ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അതേപോലെ തന്നെ മച്ചാമാരെ എന്താ പറയുക, നമ്മുടെ മാർക്കൊക്കെ ഇന്നാണ് റിലീസ് OTT. അപ്പൊ മച്ചാമാരെ എന്താ പറയുക, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ 3 മാനേജർ, അതായത് ലോങ് ബോൾ കൗണ്ടർ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഏത് മാനേജർ ബെസ്റ്റ്. ഒന്നാമത്തെ മാനേജർ നമ്മുടെ ഡെഷാംസ്, രണ്ടാമത്തെ മാനേജർ നമ്മുടെ റൈഗാർഡ്, മൂന്നാമത്തെ മാനേജർ നമ്മുടെ ജോസ് മൗറിൻഹോ. അപ്പൊ 3 പേരെ ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു പാക്കേജ് ആണ്. കാരണം ഞാൻ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് എന്താ പറയാ, എന്റെ 500 രൂപ കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്താ പറയാ മൗറിനോനെ എടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ തരാൻ പോകുന്നത്. കാരണം ഡിഫൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താ പറയാ എങ്ങനെയാണ് പ്ലേയേഴ്സിന്റേതായിട്ടുള്ള രീതിയിലുള്ള. അപ്പൊ നമുക്ക് എന്തായാലും മച്ചാവരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യണം. അതുപോലെ തന്നെ മച്ചാവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മൗറിനോ എടുത്തത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിനപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഗൈസ്, അപ്പൊ ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെഷാംസ് ആണ്. ഇത് കൂടുതലും നിങ്ങൾ ഫ്രാൻസ് എടുത്തവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെഷാംസ് നല്ലൊരു മാനേജറാണ് ലോങ് ബോൾ കൗണ്ടറിന്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഡെഷാംസിനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നിങ്ങൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ കുറെ ആൾക്കാരുടെ കയ്യിൽ മിക്കവാറും ഈ ഒരു പാക്കേജ് മാനേജർ ഉണ്ടാവും. അപ്പൊ എന്തായാലും 55 ഏജിലുള്ള നമ്മുടെ ഡെഷാംസ് മാനേജറാണ്. സ്പീഡൊക്കെ 1+1 തന്നെയാണ് ബൂസ്റ്റർ. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഡെഷാംസ് മാനേജറെ യൂസ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയുക, 3 മാനേജറിന് അടങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക വീഡിയോ ആണ്. അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം. റോഡ്രി ഞാനിത് ലെജൻഡ് പാക്കിൽ ഇട്ട് കളിപ്പിച്ച മാച്ച് ആട്ടോ ഗൈസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 3 ആളുടെ ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ലെജൻഡ് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 3 ആളുടെ ആ ഒരു ഡിഫൻസും കാര്യങ്ങളും ഗൈസ്. അപ്പൊ സ്നൈഡർ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഫെലിക്സ് ആണ് ആദ്യം ഷോട്ട് അടിച്ച, പക്ഷേ പോയിട്ടില്ല. എന്തായാലും ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ട് 3 പേരും കമന്റ് ചെയ്യുക. കാരണം ഞാൻ ഈ 3 ഗെയിം പ്ലേ ഇട്ടതിൽ ഏറ്റവും നല്ല മാനേജർ ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ്. അപ്പോൾ മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്, ഡെന്നിസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരു പാസ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം, ഒരു ക്രോസ് ഓഫ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊണോണി എന്ന് പറഞ്ഞ ഹണിമോൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, വില്യംസ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിഫൻസിലേക്ക് കിടക്കാം. കാരണം 4 പ്ലെയേഴ്സ് ഓൾറെഡി ഡെഷാംസിന്റെ മാനേജർ ലിസ്റ്റിൽ ഉണ്ട് ബാക്കിൽ തന്നെ. മെസ്സി ഓക്കെ, സ്കിൽ ഇടുന്നുണ്ട്. മെസ്സി ടു ജെറാഡ്, ജെറാഡ് ടു ഓക്കെ, ജെറാഡ് ടു വീണ്ടും മെസ്സിയിലേക്ക് തന്നെ. മെസ്സി അവിടുന്ന് ഒരു ഷോട്ടാണ് നോക്കുക. ജെറാഡ് ഒരു പാസ് സ്നൈഡറിലേക്ക്, പക്ഷേ ഗോൾ കയറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം ഡിഫൻസ് എത്രത്തോളം വലിക്കുമെന്ന് ഗൈസ്. അപ്പോൾ ജെറാഡ് അവിടെ സമ്മതിക്കുന്നില്ല. റോഡ്രി അവരുടെ ഒരു നീക്കങ്ങൾ നഷ്ടമാക്കി. ജെയ് കൂപ്പർ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് പവറൊക്കെ വെച്ചാൽ അവരെ വില്യംസിന് വീണ്ടും കൊടുത്തു. നമ്മുടെ റോബർട്ട് കാർലോസ് സമ്മതിക്കുന്ന റോഡ്രിഗർ ഗൈസ്. ഓൾറെഡി ഗോളി മാനുവലിയർ ഇവർക്ക് വേണ്ടി നിൽക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ജെറാഡിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജെറാഡിനോടെ വീഴ്ത്താൻ ഒരു ശ്രമം. കാഫുവിലേക്ക്, കാഫു നടന്നില്ല. വീണ്ടും ജെറാഡിന്റെ ഒരു ഷോട്ട്. ഓ ഗൈസ്, ഞാനിത് ഓൾറെഡി എന്താ പറയുക വിഷ്വൽസ് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അത്രയും നല്ലൊരു റിവ്യൂ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടില്ല. വില്യംസ് ഗൈസ്. അപ്പോൾ അവരുടെ ഒരു ക്രോസ് ആണ്, നമുക്ക് നോക്കാം. ഓ കോസ്റ്റ് ആയിട്ട് 1 ഡിഫൻസ്. റോഡ്രിഗർ ഓക്കെ ഗൈസ്. സെവില്ലി അടിച്ചു. ഓ മാനേജർ അല്ല, നമ്മുടെ ഗോളി മാനുവലിയറിന്റെ ഒരു നല്ലൊരു നീക്കം മച്ചാനെ. അപ്പം നല്ലൊരു ഷോട്ടാണ് എന്തായാലും മാനുവലിയർ അടിച്ചു. ഓ ഏതാ ക്ലിയറൻസ്, സംഭവം നൈസ് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ മാനുവലിയർ അത്യാവശ്യം നല്ലൊരു ഗോളി തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കിടുക്കനൊരു ഷോട്ടായിരുന്നു. അത് നല്ലോണം സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശാൻ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോർ റേറ്റ് ലാസ്റ്റത്തെ. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഷോട്ട് ഓൺ ടാർഗറ്റ്, ടാക്കിൾ, സേവ്, ക്രോസ്, സക്സസ്ഫുൾ പാസ്, ഫ്രീ കിക്ക്, കോർണർ കിക്ക്. അടുത്ത നമ്മുടെ റൈഗാർഡിനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കണ്ടതിന് ശേഷം ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ മച്ചാ. അവരെ 3 മാനേജറിനെ ഞാൻ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു ഗൈസ്. അപ്പം എന്തായാലും ഫസ്റ്റ് ആണ് നമുക്ക് നോക്കാം ഡിഫൻസ് എങ്ങനെയുണ്ടെന്ന്. റോഡ്രിഗർ, മെസ്സി ഓക്കെ, മെസ്സിയിലേക്ക് എത്തിയിട്ടുണ്ട്. മെസ്സി ടു നമുക്ക് നോക്കാം. മെസ്സി ടു നമ്മുടെ ഡെന്നിസ്ലോയിലേക്കാണ്. ഡെന്നിസ്ലോ അവിടുന്ന് ഒരു ക്രോസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫെലിക്സ് ഗൈസ്. അത് ഗോൾ പോയില്ല, ലേശം നിരങ്ങിപ്പോയി ഗൈസ്. സ്നൈഡർ ഓക്കെ ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഓപ്പോണന്റ് കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ 3 ആളുകളിൽ ലെജൻഡ് ആയിട്ട് ഇട്ടേക്കുന്നത് ഗൈസ്. കയറി വന്ന് റോബർട്ട് കാർലോസ് ഡിഫൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം മെസ്സിക്ക് ആ ബോൾ കിട്ടുമോ നമുക്ക് നോക്കാം. ജെറാഡ് ടു പാസ് ഫെലിക്സിലേക്ക്. ഫെലിക്സ് ടു നമ്മുടെ മെസ്സി ആണോ? മെസ്സി അവിടുന്ന് ഒരു ക്രോസ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. റൈഗാർഡ് ആണ്. ഓക്കെ ഗൈസ്. അപ്പോൾ റൈഗാർഡ് മാനേജറിലാണ് നമ്മുടെ മെസ്സി അടിച്ചിരിക്കുന്നത്. ആദ്യത്തെ 38-ാം മിനിറ്റിലെ ഗോളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടുപോകുക. കാരണം നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൗറിൻഹോനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം മാനേജർ എങ്ങനെ ഇടുന്നത്. 3 മാനേജറിൽ ഏതാ മാനേജർ ബെസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും ലോങ് ബോൾ കൗണ്ടർ ഗൈസ്. അപ്പോൾ റോഡ്രി ടു സ്നൈഡർ ടു
നമ്മുടെ സ്നൈഡർ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. സ്നൈഡർ അവിടെ നിന്ന് ഷോട്ട് ആണോ നമുക്ക് നോക്കാം. അല്ല, ഡെന്നിസ്ലോ ടു ജെറാർഡ് ഷോട്ട്. അപ്പൊ 47-ാം മിനിറ്റിൽ വീണ്ടും നമ്മുടെ റൈഗാർഡ് മാനേജറിന്റെ ഇതിൽ ഇവര് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് 2 ഗോളുകൾ ഇപ്പൊ ലീഡ് നിൽക്കുന്ന നമ്മുടെ റൈഗാർഡ് മാനേജറിന്റെയിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്നാലും എല്ലാ മാനേജറും കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ അടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട് മാനുവൽ കാഫുവിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. കാഫു അപ്പൊ വീണ്ടും ഫെലിക്സ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡിഫൻസും പാസസും കാര്യങ്ങളും കിട്ടുന്ന ഒരു രീതിയിലാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത്. അടുത്ത ഗോള് അപ്പൊ അടുത്ത ഗോൾ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ഡെന്നിസ്ലോ. അപ്പൊ എന്താ പറയുക, ഇത് 69-ാം മിനിറ്റിൽ 3ാമത്തെ ഗോളാണ് നമ്മുടെ ലെജൻഡ് പാക്കിൽ. ലെജൻഡിലാണ് ഞാൻ കളിക്കുന്നത് കേട്ടോ ഗൈസ്, ലെജൻഡിലാണ് കളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം 3 പേരുടെ മാനേജറുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും ഗൈസ്. അപ്പൊ ഡിഫൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോളിക്കൊക്കെ ഒരു എക്സ്ട്രാ ഇത് കൊടുക്കുന്നുണ്ട് റൈഗാർഡ് ഗൈസ്. മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഇതിന്റെ പവറിലാട്ടോ പോകണം. മെസ്സി നല്ലൊരു സ്കില്ലും കാര്യങ്ങളും ഓഫ് ഗോൾ ഗൈസ്. അപ്പൊ 80-ാം മിനിറ്റിൽ നമ്മുടെ മെസ്സി അടിച്ചിട്ടുണ്ട് വീണ്ടും ഗോൾ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്കോർ ബോർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടു. ഓക്കെ, ഏതാണ് നിങ്ങൾ ജസ്റ്റ്. അപ്പൊ ഗൈസ് ഞാനിതാ ജോസ് മൊറീൻഹോനെ 500 കോയിനിൽ ഞാൻ എന്താ പറയാ എടുക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ. വെറ്റിനേറിയൻ പ്ലേയേഴ്സ് ഒക്കെയാണ്, ടാക്ലിംഗ് +1 ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. 500 രൂപ ഞാൻ എന്തായാലും കൊടുക്കുകയാണ് നമ്മുടെ ജോസ് മൊറീൻഹോയ്ക്ക്. 82 ദിവസം കൂടി ഇനി ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ജോസ് മൊറീൻഹോനെ എടുത്തു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫുട്ബോൾ തന്ന ഒരു നല്ലൊരു മാനേജറാണ്. അപ്പൊ ഞാൻ 2 മാനേജറിനെ ഓൾറെഡി 3 മാനേജറിനെ എടുത്തിട്ടുണ്ട് നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ. ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. എല്ലാവരും ചാനലൊന്നും സബ് ചെയ്യാത്തതിനുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ എന്താ പറയുക, ഈ ഒരു മാനേജറിന്റെ റിവ്യൂ ആയിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ലെജൻഡ് പാക്കാണ്, നിങ്ങൾക്ക് അറിയാം ഗൈസ്. അപ്പൊ ഞാനിതാ ഡിഫൻസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവർ ഓൾറെഡി നല്ല പാസീവ് ആട്ടോ നമ്മുടെ ഓപ്പോണന്റ് ഗൈസ്. അടുത്ത കിടക്കാച്ചി ഒരു ഷോട്ടായിരുന്നു. എന്തായാലും മാനുവൽ അത്യാവശ്യം തന്നെ ഡിഫൻസ് 17-ാം മിനിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്താ പറയുക, നല്ലൊരു മാനേജർ ആട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡിഫൻസും കാര്യങ്ങളും ഉണ്ട്. നല്ല ഷോട്ടാണ്, കിടക്കൻ ഷോട്ടാണ്. ലെജൻഡാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറൊന്നുമല്ല, കാരണം നിങ്ങൾ വിചാരിക്കും നമ്മുടെ വേറെ ഏതെങ്കിലും മാച്ചാണെന്ന്. പക്ഷേ ലെജൻഡിൽ ഇട്ടിട്ടാണ് ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്തത്. കാരണം മോറിനോ അതുപോലെ റൈഗാർഡ് നിങ്ങൾക്ക് എടുക്കുന്നതിൽ ഈ ഒരു ഗെയിം പ്ലേ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഏതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നതെന്ന് ഗൈസ്. അപ്പോൾ അവരുടെ ഒരു കോർണർ കിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം അവർ അടിക്കില്ല. അത് കാഫുവിൻ്റെ ഒരു ഡിഫൻസ് അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ബെല്ലീസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ, ബെല്ലീസ് ടു അരിബോ ടു, ഇവരുടെ പാസ് നല്ല കിടക്കാച്ചാണ് വെല്ലിംഗ്ടൺ ഗൈസ്. അപ്പോൾ കോച്ചായിട്ട് അവിടെ ഒരു ഡിഫൻസ് ഒരുക്കിയിട്ടുണ്ട്. ഫെലിക്സ്, സ്നൈഡർ ടു വീണ്ടും കാർലോസ് ടു ഷോട്ട്, ഫെലിക്സ് ടു സ്നൈഡർ ടു വീണ്ടും നല്ലൊരു പാസീവാണ്. ജെറാർഡ് ഫ്രീ ആട്ടോ, മെസ്സി ഫ്രീ ആണ്. മെസ്സിക്ക് നല്ലൊരു പാസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗൈസ് മെസ്സി ഓക്കെ ഒരു കർവ് ഗൈസ് കിടക്കാച്ചൊരു ഷോട്ടാണ്. 24-ാം മിനിറ്റിൽ നമ്മുടെ മെസ്സി അടിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഞാൻ ടച്ച് ഓഫ് ഫ്ലിക്കോ കാര്യം ഒന്നും ചെയ്തില്ല. നമ്മുടെ ലെജൻഡ് പാക്കിൽ ഇട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മോറിനോയുടെ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക ഏത് മാനേജറാണ് ഏറ്റവും നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഓപ്പോണന്റ് കയറി വരുന്നുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഓപ്പോണന്റ് ചില്ലറക്കാരനല്ല. കാരണം ഇവരെ കളി കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം പാസീവ് ചെയ്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കയറി വരുന്നൊരു കളിയാണ്. എന്തായാലും ഗൈസ് ഓക്കെ നല്ലൊരു ഷോട്ടാണ് അവിടെ. വീണ്ടും നല്ലൊരു ഡിഫൻസ് വന്നിട്ടുണ്ട്. മെസ്സി കയറി പോകുന്നുണ്ട്. മെസ്സി ടു പാസ് ആരിലേക്കാണ് നോക്കാം നമുക്ക്. ജെറാഡ് ടു ജെറാഡിനെ അവരവിടെ ഓപ്പോണന്റ് ഡിഫൻസ് ചെയ്തു. ആൽബർട്ട് ഗ്രോൺ ബാക്ക് ഗൈസ് 4 പ്ലെയർ ഓടി വരുന്നുണ്ട്. ജെറാഡ് ഓടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും എന്താ പറയുക, പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ലോങ് ബോൾ കൗണ്ടറിന് വേണ്ടി ഡിഫൻസിനനുസരിച്ച് ഓടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു പേടി വേണ്ട. ഓക്കെ ഗൈസ് ഫെർണാണ്ടസ് ഓക്കെ ഗൈസ് ഷോട്ട് അടിക്കുമോ നോക്കാം. ഓക്കെ വീണ്ടും ഡിഫൻസ് ലെസ്ലി ഗൈസ് വീണ്ടും ഒരു ഷോട്ട്. ഗോളി ഗോള് ഗൈസ്. അപ്പൊ എന്തായാലും ഗോൾ ആദ്യമായിട്ട് ഒരെണ്ണം വഴങ്ങിയിട്ടുണ്ട് നമ്മുടെ 38-ാം മിനിറ്റിൽ നമ്മുടെ മോറിനോന്റെ ലെജൻഡ് പാക്കിലാട്ടോ ഗോൾ ആദ്യമായി വഴങ്ങിയത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കംബാക്ക് ഉണ്ടാവും. ലെജൻഡ് പാക്കിൽ എന്തായാലും കംബാക്ക് ഉണ്ടാവില്ല. ആരെ ജയിക്കാൻ നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ഓൾറെഡി നമ്മുടെ റുഡ്രിഗർ കയറി വന്നായിരുന്നു, അവൻ അടിച്ച് കളഞ്ഞാൽ പക്ഷെ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഡെന്നിസ്ലോയ്ക്കാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. ഡെന്നിസ്ലോ ടു റോഡ്രി ടു ഡെന്നിസ്ലോ ടു ഒറ്റയ്ക്കുള്ള ഇതാണോ നമുക്ക് നോക്കാം. ഫെലിക്സ് ടു ഒരു പാസ് ആണോ കർവാണോ നമുക്ക് നോക്കാം. സ്നൈഡർ പോസ്റ്റ് ഗൈസ്. അപ്പൊ പോസ്റ്റാണ് വിട്ടിരിക്കുന്നത് വെല്ലിംഗ്ടൺ ഗൈസ്. പോസ്റ്റിനടിച്ച് പുറത്തേക്ക് പോയി. അപ്പൊ നമുക്കൊരു കംബാക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ബെല്ലീസ് അരിബോ ഗ്രോൺ ബാക്ക് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ സ്നൈഡർ അവിടെ ഡിഫൻസ് ചെയ്തിരിക്കുന്നു. കാഫു ടു ഹാഫ് ടൈം ആവാൻ പോവാണ് ഗൈസ്. അരിബോ ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. സ്നൈഡർ മെസ്സി നമുക്ക് നോക്കാം. മെസ്സി ടു ഡെന്നിസ്ലോ ടു എവിടെ കിട്ടി ജെറാഡ് ഗൈസ്. അപ്പൊ ജെറാഡിന്റെ ഒരു ഷോട്ട് ഗൈസ്. അപ്പൊ ഗോൾ അടിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ 48-ാം മിനിറ്റില് ഗൈസ്. അപ്പൊ എന്താ പറയാ, നമ്മുടെ മോറിനോ അതായത് ജോസ് മോറിനോന്റെ മാനേജർ ലിസ്റ്റിലാണ് നമ്മുടെ ചെക്കന്മാർ എന്തായാലും കളിച്ചത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഡിഫൻസും
അറ്റാക്കിംഗ് ആയാലും പിന്നെ ഫോർമേഷൻ ചേഞ്ചിങ് എല്ലാം മാറി വരുന്നുണ്ട് പെട്ടെന്ന്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാരണം ഓൾറെഡി എന്താ പറയുക അതായത് ഡിഫൻസ് പൊട്ടിയാലും ബാക്കിൽ നിന്ന് എല്ലാ പ്ലേയേഴ്സും ഓടി വരുന്നുണ്ട് ഗൈസ്. റോഡ്രി ഗൈസ് നല്ലൊരു ഡിഫൻസ് ആട്ടോ അവിടെ ചെയ്ത അവര്. ഗൈസ് ജെറാർഡിന് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു എടാ മെസ്സിനെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, എന്നാലും കിട്ടിയില്ല. ഓക്കെ ഗൈസ് പീറ്റേഴ്സ് ടു അരിബോ ഗൈസ്, അരിബോ ടു ആംസ്ട്രോങ്, വെല്ലിംഗ്ടൺ ഗൈസ്. അപ്പൊ നമുക്ക് കാഫ് എന്തായാലും പോകുന്നുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഏറ്റവും നല്ല മാനേജർ ഇതിൽ ഏതാണ്. ഡെന്നിസ് ലോ ടു മെസ്സി ടു ഓക്കെ നല്ലൊരു പാസ്. ഫെലിക്സിന് കിട്ടിയില്ല, അവർ ഡിഫൻസ് ചെയ്തു ഗൈസ്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും 4 പേര് പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ള പ്ലേയേഴ്സ് ഓടി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഒരു ക്രോസ് നടക്കുമോ നോക്കാം. ഇല്ല, ഡിഫൻസ് ചെയ്തു നമ്മുടെ റോഡ്രിഗർ. എടാ പീറ്റേഴ്സ് അരിബോ ഒരു ഷോട്ടാണോ നോക്കാം. ഓക്കെ വീണ്ടും കോസ്റ്റേട്ടാ അവിടെ ഒരു ഡിഫൻസ് ഒരുക്കി ഗൈസ്. അപ്പൊ എന്തായാലും ഒരു ത്രൂ പാസ് പോയിട്ടുണ്ട്. ഓക്കെ പക്ഷെ അവരെ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ഏതൊരു മാനേജറാണ് ഏറ്റവും നല്ലതെന്ന്. ഓക്കെ കോസ്റ്റേട്ട അവിടെ ഡിഫൻസ് ചെയ്തു. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കൊന്നും പറയാനില്ല. അത്യാവശ്യം എന്താ പറയാ, നമ്മുടെ LB ആയാലും CB ആയാലും ഡെന്നിസ് ലോ ഓക്കെ ഷോട്ട് ഗോൾ ഗൈസ്. അപ്പൊ 72-ാം മിനിറ്റിൽ നമ്മുടെ ഡെന്നിസ് ലോ അങ്ങനെ വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ലെജൻഡ് ബാക്ക് ആട്ടോ ഗൈസ് ഓൾറെഡി. പക്ഷെ അവരപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോറിനോ അത്ര വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാനേജറാണ്. ഡിഫൻസ് ആയാലും വലിയ കുഴപ്പമില്ല. റൈഗാർഡും നമ്മുടെ കേട്ടോ അത്യാവശ്യം നല്ലോണം കളിക്കുന്ന ഒരു ടീമിന് ഗൈസ് ഗോള്. അപ്പൊ എന്തായാലും 2 ഗോളുകൾ നമ്മുടെ ലെജൻഡ് ബാക്കിൽ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ട്. അവർ ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കംബാക്കാണ്. കാരണം ഗൈസ് അപ്പൊ ഫെലിക്സ് ആണ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഫെലിക്സ് അവിടെ നിന്നൊരു ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ സ്നൈഡർ ഷോട്ട് മെസ്സി കയറി വന്നതായിരിക്കും അത് അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ലൊരു എന്താ പറയാ കളിക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം കളിക്കുന്നുണ്ട്. നല്ല 2 മാനേജർ പാക്കുകളും. ഷോട്ട് ഓക്കെ വെക്കാം ലെസ്ലി. ഓക്കെ അടുത്ത് ഗോളാണോ ഗോളി. ഓക്കെ ഗോളി റോഡ്രിഗർ. ഓക്കെ റോഡ്രിഗർ അവിടെ ഒരു നല്ലൊരു ഇത് തടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ മോറിൻഹോന്റെ ലാസ്റ്റുള്ള ഇത്. ഷോട്ട് നോക്കണേ 12, ഷോട്ട് ഓൺ ടാർഗറ്റ് 11, ഫൗളില്ല, ഓഫ് സൈഡ് ഇല്ല, കോർണർ കിക്ക് 2, പാസസ് 82 എണ്ണുണ്ട്. എന്താ പറയാ അവര് ചെയ്തത് നമ്മൾ ക്രോസസ് 1, സേവ് 5, ടാക്കിൾ 2, ഇന്റർസെപ്ഷൻ 7. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഈ ഒരു ലിസ്റ്റിൽ ഏത് മാനേജർ ഏറ്റവും നല്ലത്. അതുപോലെ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ 3 മാനേജറിന്റെ ഇത് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയുക നിങ്ങൾ 3 മാനേജറിനെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ എടുത്തു നോക്കുക. കാരണം ഓൾറെഡി ഇപ്പോഴും ഉണ്ട് നമ്മുടെ റൈഗാർഡും നമ്മുടെ മോറിൻഹോയും. അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് കണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെ അടിപൊളി കണ്ടന്റ് ആയിട്ട് ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.